ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. ഒരു അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് 1/2 കിലോ ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചിരിക്കുക. അടുത്തതായിട്ട് നമുക്കിനി ഈ അവലൊന്ന് വറുത്തെടുക്കണം. വറുക്കണ്ട, നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായ പാനിലേക്ക് നമുക്ക് ഇത് 300 ഗ്രാം അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ആണ്. ബ്രൗൺ കട്ടിയുള്ള സൈസിലെ അവലാണ് ഇത്. കട്ടിയില്ലാത്ത സൈസിലേ ഉണ്ട്, പിന്നെ വെള്ള അവലും ഉണ്ട്. ഏത് കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ബ്രൗൺ ആണ് കുറച്ച് നല്ലത്. ഈ മട്ട അവൽ ഒരുപാടങ്ങ് മൂക്കൊന്നും വേണ്ട, എന്നാലും ഒന്ന് നന്നായിട്ട് ചൂടാവണം. ഇപ്പോൾ അവലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഒത്തിരി മൂക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് നല്ലോണം ചൂടായി ഒരു സ്മെല്ലൊക്കെ വന്നു. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി. ഓക്കെ, അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം നമുക്ക് കാഷ്യൂനട്ടാണ് വേണ്ടത്. 1/2 കപ്പ് കാഷ്യൂനട്ട്. ഇത് ഞാൻ കഴുകി തുടച്ച് വെച്ച കാഷ്യൂനട്ടാണ് കേട്ടോ. ഇത് നിങ്ങളിത് കാഷ്യൂനട്ടും എല്ലാം പീനട്ട്സ് ആയിരുന്നാലും എല്ലാം ഒന്ന് ഇതുകൊണ്ടാകാൻ കഴുകിയിട്ടെടുക്കണം. ഒന്ന് കഴുകി തുടച്ചെടുക്കണം. അടുത്തായിട്ട് നല്ല പൊട്ടുകടലയാണ് 1/2 കപ്പ് ഉണ്ട്. ഇത് ഞാൻ കഴുകി തുടച്ചെടുക്കുക. അത് ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒരു മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ്. ചെറുത് പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി. അടുത്തായിട്ട് നമുക്ക് 1/2 കപ്പ് കപ്പലണ്ടിയാണ്. അതും കഴുകിയതാണ്. കഴുകിയിട്ട് ഞാൻ തുടച്ചു. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കരിയും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ലാസ്റ്റ് ഇത് 2 സൈസിലെ കിസ്മിസാണ്. ബ്ലാക്കും ഗോൾഡൻ കളറിൽ. ഇത് രണ്ടും കൂടി 1/2 കപ്പുണ്ട്. ഇനി നമുക്ക് ഈ കിസ്മിസ് റെഡിയായി. അതും കൂടി കോരിയെടുക്കാം. ഈ കിസ്മിസൊക്കെ ഇച്ചിരി കൂടുതലിടണം, നല്ലതാണ്. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത്. അപ്പം അതൊക്കെ നല്ലതാണ് കഴിക്കുക. ഇത് സീഡ്ലെസ് ആണ് കേട്ടോ, ഇല്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്ക്കകത്ത് ഇത് ഉണ്ടാക്കാവുള്ളൂ കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച്. ഇത് 1 ചെറിയ തേങ്ങ തിരിങ്ങിയതാണ്. തേങ്ങ ഇച്ചിരി നന്നായിട്ട് ഇടണം, തേങ്ങ അവലിനകത്ത്, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂക്കരുത്, ചെറുതായിട്ടൊന്ന് അതിൻ്റെ നനവൊന്ന് മാറണം. വെള്ള നനവുണ്ടെങ്കിൽ അവൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നങ്ങ് പൂപ്പ് പിടിക്കും.
ഡ്രൈ ആയിട്ടിരിക്കണം തേങ്ങയൊക്കെ. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുക, ഒന്ന് അരിച്ചൊഴിക്കുക. എന്തെങ്കിലും അഴുക്കോ വല്ലതും ഉണ്ടെങ്കിലേ, മണ്ണോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇത് വേറെ പുതിയ ഇനം ശർക്കര, അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചിട്ടില്ല നേരത്തെ. ഇപ്പം കുറച്ച് എല്ലാം പറ്റി, കാരണം എൻ്റെ കട്ടിയുള്ള അവല, അതുകൊണ്ട് മാനവത്തിന് വേണം. അതുകൊണ്ട് നമുക്കിനി അവർ കുറേശ്ശെ ഇതിനകത്തിട്ടിടാം. മൊത്തം ഒരുമിച്ചങ്ങ് ഇടരുത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്. കുറച്ച് സമയം മതി, ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റുണ്ട്. ഇത് നല്ല മധുരമൊക്കെ ആവശ്യത്തിന് ഇതിനുണ്ട് നല്ല. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. കൂടാതെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അത് കുരു മാത്രം പൊടിച്ചെടുത്തതാണ്. പിന്നെ 1/2 ടീസ്പൂണ് ചുക്ക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം ഇത് ഇതിൻ്റെ കൂടെ ചേർക്കും. ഞാൻ എള്ളിടുന്നില്ല കേട്ടോ, എനിക്ക് എള്ള് അത്ര ഇതിനകത്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എള്ളിടുന്നില്ല. നിങ്ങൾക്ക് എള്ള് കൂടി ഇടാം. എള്ള് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നല്ല അയൺ കണ്ടൻ്റുള്ള ഒരു സാധനമാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാനിടുന്നില്ല. ആ ഏലക്കയുടെ മണവും ചുക്കുപൊടിയുടെ മണവും ജീരകത്തിൻ്റെ മണവും എല്ലാം കൂടെ നല്ല സ്മെല്ലാണിപ്പം കിട്ടുന്നത്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ലോ ഫ്ലെയിമിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇനി ഇത് കുറേ ഒരു 5-6 മണിക്കൂറൊക്കെ ഒന്ന് ഇരിക്കണം, എന്നാലേ നല്ല ആയി വരത്തുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി. നിങ്ങളെല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഒരു നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയാണ് കാണുന്നതെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു.